സോ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ 2 പോർട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പല പാരാമീറ്റേഴ്സ് പഠിച്ചു. സെഡ്, വൈ, എച്ച്, എ ബി സി ഡി അങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് എല്ലാം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നെറ്റ്വർക്ക് ഫങ്ഷൻസ് പഠിച്ചു. ഡ്രൈവിംഗ് പോയിന്റ് ഫങ്ഷൻസ്, ട്രാൻസ്ഫർ ഫങ്ഷൻസ്, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പഠിപ്പിച്ചിരുന്നു. സോ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോൾസ് ആൻഡ് സീറോസ് ഓഫ് നെറ്റ്വർക്ക് ഫങ്ഷൻ എന്നൊരു പോർഷൻ ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ദാറ്റ്. വളരെ സിമ്പിൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച നെറ്റ്വർക്ക് ഫംഗ്ഷൻ ലൈക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസ് ആയിക്കോട്ടെ, അത് ഒരു ന്യൂമറേറ്റർ പോളിനോമിയൽ ബൈ ഡിനോമിനേറ്റർ പോളിനോമിയൽ ഫോമിലല്ലേ? ലൈക്ക് എസ് പ്ലസ് വൺ ബൈ എസ് പ്ലസ് ടു, എസ് സ്ക്വയർ പ്ലസ് വൺ ബൈ എസ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് വൺ. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷന്റെ ജനറൽ ഫോം ആണിത്. എൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു രണ്ട് പോളിനോമിയൽസിന്റെ റേഷ്യോ ആണ്. ഇത് പോളിനോമിയൽ ആണല്ലോ. എസ് റേസ് ടു എൻ പ്ലസ് എസ് റേസ് ടു എൻ മൈനസ് വൺ എന്നൊക്കെ പറഞ്ഞാൽ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്? രണ്ടാണ് അല്ലെ? എൻ ആണ്. എസ് റേസ് ടു എൻ പ്ലസ് എസ് റേസ് ടു എൻ മൈനസ് വൺ എന്നൊക്കെ പറയുമ്പോൾ ഡിഗ്രി എൻ ആണ്. താഴത്തെ പോളിനോമിയലിന്റെ ഡിഗ്രി എം ആണ്. ഈ എ എൻ മൈനസ് വൺ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് കോഎഫിഷ്യൻസ് മാത്രമേ ഉള്ളൂ. ഇതൊരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ ആണ്. ഈ നെറ്റ്വർക്ക് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും? ഏതൊരു പോളിനോമിയൽ ആണെങ്കിലും ഫാക്ടറൈസ് ചെയ്ത് എഴുതാമല്ലോ. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഈ എസ് മൈനസ് സെഡ് വൺ, എസ് മൈനസ് സെഡ്, അതായത് ന്യൂമറേറ്റർ പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം, ഡിനോമിനേറ്റർ പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. അതാണ് ഈ ഒരു ഫോർമാറ്റ്. ജസ്റ്റ് സ്റ്റഡി ദിസ് ഫോർമാറ്റ്. ഇതിലെ ന്യൂ എന്നൊക്കെ പറയുന്നത് ഒരു സ്കെയിലിംഗ് ഫാക്ടർ ആണ്. ഇപ്പൊ ഇത് ന്യൂമറേറ്റർ പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്തിരിക്കുന്നതാണ് എസ് മൈനസ് സെഡ് വൺ, എസ് മൈനസ് സെഡ് ടു, അങ്ങനെയൊക്കെ. ഈ എസിന്റെ വാല്യൂ സെഡ് വൺ ആവുകയോ എസിന്റെ വാല്യൂ സെഡ് ടു ആവുകയോ എസിന്റെ വാല്യൂ സെഡ് എന്നൊക്കെ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂമറേറ്റർ കംപ്ലീറ്റ് സീറോ, ലൈക്ക് ഈ നെറ്റ്വർക്ക് ഫംഗ്ഷൻ കംപ്ലീറ്റ് സീറോ ആവില്ലേ? ഇറസ്പെക്റ്റീവ് ഓഫ് പി എന്താണോ, ഈ എസിന്റെ വാല്യൂ സെഡ് വൺ ആവുകയോ സെഡ് ടു ആവുകയോ ചെയ്യുന്ന കേസിൽ എൻ ഓഫ് എസിന്റെ വാല്യൂ സീറോ ആയിട്ട് മാറും, നെറ്റ്വർക്ക് ഫംഗ്ഷൻ സീറോ ആയിട്ട് മാറും. അപ്പോ ഈ സെഡ് വൺ, സെഡ് ടു, സെഡ് ത്രീ ടു സെഡ് എന്നൊക്കെ പറയുന്നത് സീറോസ് ഓഫ് ദ ട്രാൻസ്ഫർ നെറ്റ്വർക്ക് ഫംഗ്ഷൻ ആണ്. വെറാസ് P1, P2 to PM എന്നൊക്കെ പറയുന്നത് ആ ഒരു സമയത്ത് P1 നോക്ക്, എസ് P1 ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഡിനോമിനേറ്ററിൽ സീറോ വരും. ഡിനോമിനേറ്ററിൽ സീറോ വരുമ്പോൾ എന്ത് സംഭവിക്കും? എൻ ഓഫ് എസ് ഇൻഫിനിറ്റി ആവും അല്ലെ? അപ്പൊ എസ് ഈക്വൾ ടു P1, എസ് ഈക്വൾ ടു P2 ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ നെറ്റ്വർക്ക് ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആവും. അപ്പൊ ഇതിനെ നമ്മൾ പോൾസ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് പഠിക്കാം. ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻ ഓഫ് എസ്. ഇറ്റ് ക്യാൻ ബി ഡ്രൈവിംഗ് പോയിന്റ്, ട്രാൻസ്ഫർ, അങ്ങനെ നിങ്ങൾ പഠിച്ച ഫംഗ്ഷൻസിൽ ഏത് വേണമെങ്കിലും ആവാം. അത് ഫോർ എക്സാമ്പിൾ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ബൈ വേറെ ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് എസ് പ്ലസ് വൺ അല്ലെ? എസ് പ്ലസ് വൺ, എസ് പ്ലസ് ടു, എസ് പ്ലസ് ത്രീ, എസ് പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ ഉണ്ട്. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, ഇതൊരു എക്സാമ്പിൾ ആണ്. ഈ ഒരു എക്സാമ്പിളില് ന്യൂമറേറ്റർ പോളിനോമിയൽ ബൈ ഡിനോമിനേറ്റർ പോളിനോമിയൽ ആണ്. ന്യൂമറേറ്റർ പോളിനോമിയൽ ഡിഗ്രി എന്താണ്? 2 ആണ്. ഡിനോമിനേറ്റർ പോളിനോമിയൽ ഡിഗ്രി എന്താണ്? 2 ആണ്. മേലത്തെ ഫാക്ടറൈസിൽ എന്ത് കിട്ടും? എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു കിട്ടും. ഡിനോമിനേറ്റർ പോളിനോമിയൽ ഫാക്ടറൈസിൽ എന്ത് കിട്ടും? എസ് പ്ലസ് ത്രീ ഇൻറ്റു എസ് പ്ലസ് ത്രീ ഇൻറ്റു എസ് പ്ലസ് ഫോർ കിട്ടും അല്ലെ? ഈ എസിന്റെ വാല്യൂ -1 -2 ആവുന്ന കേസിൽ എൻ ഓഫ് എസ് സീറോ ആവും. അപ്പോ എസ് ഈക്വൽ ടു -1 -2 എന്ന് പറഞ്ഞാൽ സീറോസ് ആണ്. സീറോസ് ഓഫ് എൻ ഓഫ് എസ് ആണ്. എൻ ഓഫ് എസിനെ സീറോ ആക്കുന്ന എസിന്റെ വാല്യൂ ആണ് സീറോസ്. അതുപോലെ എസ് ഈക്വൽ ടു -3 -4 എന്തായിരിക്കും? എൻ ഓഫ് എസിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. സോ ആ എസ് ഓഫ് -3 -4 എന്ന് പറയുന്നത് പോൾസ് ഓഫ് നെറ്റ്വർക്ക് ഫംഗ്ഷൻ ആണ്. പോൾസ് ഓഫ് എൻ ഓഫ് എസ് ആണ്. ഓക്കെ, സോ എന്താണ് നമ്മളിങ്ങനെ ചെയ്താൽ? ഫസ്റ്റ് നമ്മൾ സീറോസ് കിട്ടണമെങ്കിൽ ന്യൂമറേറ്റർ ഫാക്ടറൈസ് ചെയ്യുക, ലൈക്ക് എസ് പ്ലസ് വൺ, എസ് പ്ലസ് ടു ഈക്വൽ ടു സീറോ കൊടുക്കുക. പോൾസ് കിട്ടണമെങ്കിൽ
ഡിനോമിനേറ്റർ ഡിനോമിനേറ്ററിനെ ഇക്വേറ്റ് ചെയ്യുക ടു 0. ന്യൂമറേറ്റർ 0യിൽ ഇക്വേറ്റ് ചെയ്യുന്ന എസ് വാല്യൂസ് ആണ് സീറോസ്. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആവുന്ന വാല്യൂസ് ആണ് പോൾസ്. ഓക്കെ, ഇനി നമുക്കൊരു എസ്സിനെ നമുക്കൊരു ഗ്രാഫ് ആയിട്ട് വരച്ചാൽ ഇതൊരു എസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണ് കേട്ടോ. ഈ എസ് എന്ന് പറയുന്ന സംഭവം, ഈ എസ് എന്നൊക്കെ നമ്മൾ കുറെ കാലമായിട്ട് പഠിക്കുന്നില്ലേ. ഈ എസ് എന്ത് നമ്പർ ആണ്? അതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. കോംപ്ലക്സ് നമ്പർ എങ്ങനെയാ? ഒരു റിയൽ പാർട്ടും ഉണ്ട്, ഒരു ഇമാജിനറി പാർട്ടും ഉണ്ട്. ഈ സിഗ്മ എന്ന് പറയുന്ന റിയൽ പാർട്ടാണ്, ജെ ഒമേഗ എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടാണ്. വാട്ട് എവർ. ഈ എസ് ഈക്വൽ ടു -1 -2 എന്നൊക്കെ പറയുന്നത് റിയൽ നമ്പേഴ്സ് അല്ലേ? അപ്പൊ ഇതൊരു ഇതാണെങ്കിൽ -1 ഇവിടെ ആയിരിക്കും, -2 ഇവിടെ ആയിരിക്കും. ഇവിടെ ഒരു വട്ടം വരയ്ക്കുക കേട്ടോ. ഇതിനർത്ഥം ഇത് 0 എന്നുള്ളതാണ്. ഇനി പോൾസിന്റെ അവിടെ ഒരു ഇൻഡു വരയ്ക്കുക. 3ലും 4ലും അല്ലേ പോൾസ്? ഇതാണ് പോൾ 0 പ്ലോട്ട്. പോൾ 0 പ്ലോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് പോൾ 0 പ്ലോട്ട്. ഇതിപ്പോ ഇമാജിനറി ആവാം. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നെക്സ്റ്റ് ഇതിൽ നോക്കാം. ഓക്കെ, അടുത്തൊരു എക്സാമ്പിളില് ഇത് കൺട്രോൾ സിസ്റ്റം, സിഗ്നൽസ്, അങ്ങനെ ഇതിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്നതാണ്. സിഗ്നൽസ് നിങ്ങൾ S4 പഠിക്കും, കൺട്രോൾ സിസ്റ്റം നിങ്ങൾ S5 പഠിക്കും. അപ്പോഴൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കോംപ്ലക്സ് നമ്പർ വരുന്ന കേസിലുള്ള ഒരു സംഭവം നമുക്ക് എഴുതാം. ഓക്കെ, ഇതില് ന്യൂമറേറ്ററിൽ സീറോസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? സീറോസ് കണ്ടുപിടിക്കണമെങ്കിൽ ന്യൂമറേറ്റർ ഷുഡ് ബി ഇക്വേറ്റഡ് ടു ന്യൂമറേറ്റർ ഷുഡ് ബി ഇക്വലന്റ് ടു 0. അപ്പൊ s+1 ഹോൾ സ്ക്വയർ ഇൻറ്റു s+5 ഈക്വൽ ടു 0 കൊടുത്താൽ 3 റൂട്ട്സ് അല്ലേ വരിക? ഒരു തേർഡ് ഓർഡർ പോളിനോമിയൽ ആവും. s+1 ഹോൾ സ്ക്വയർ ഇൻറ്റു s+5 എന്നൊക്കെ പറയുമ്പോൾ ഒരു തേർഡ് ഓർഡർ പോളിനോമിയൽ. s ഈക്വൽ ടു -1ൽ ഒരെണ്ണം, s ഈക്വൽ ടു -1ൽ വേറെ ഒരെണ്ണം, s ഈക്വൽ ടു -5ൽ വേറെ ഒരെണ്ണം. ഇത്രയും സീറോസ് ആണല്ലോ. s+1 ഹോൾ സ്ക്വയർ ഇൻറ്റു s+5 ഈക്വൽ ടു 0. s ഈക്വൽ ടു -5ൽ ഒരെണ്ണം, s ഈക്വൽ ടു -1ൽ രണ്ടെണ്ണം. ഓക്കെ ഓക്കെ, പിന്നെന്താ പറയാ? പോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ s+2 ഇൻറ്റു s² പ്ലസ് s+1 ഈക്വൽ ടു 0. ഒന്ന് കിട്ടും നമുക്ക്. s ഈക്വൽ ടു -2ൽ ഒരു പോൾ ഉണ്ട്. മറ്റേത് കിട്ടണമെങ്കിൽ s² പ്ലസ് s+1 ഈക്വൽ ടു 0. അതെങ്ങനെയാണ്? s ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4 ഇൻറ്റു x ഇൻറ്റു. അപ്പോ -1 പ്ലസ് ഓർ മൈനസ് 1 മൈനസ് 3/2 -1 പ്ലസ് ഓർ മൈനസ് j√3/2 ഒരു സം വാല്യൂ ആണ്. -1/2 പ്ലസ് ഓർ മൈനസ് j√3/2. ഇതിന്റെ പോൾ സീറോ പ്ലോട്ട് എങ്ങനെ വരയ്ക്കുക? ഇതിന്റെ പോൾ സീറോ പ്ലോട്ട് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് വരയ്ക്കാം കേട്ടോ. പോൾ സീറോ പ്ലോട്ട് സിഗ്മ ജെ ഒമേഗ. എന്താണ്? എസ് പ്ലെയിൻ ആണ്. എസ് പ്ലെയിൻ എന്ന് പറയുന്നത് എസ് കോംപ്ലക്സ് നമ്പർ ആണ്, റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്. ഓക്കെ, ഫസ്റ്റ് സീറോസ് നോക്കാം. -1ല് 2 0, ഒരു 0, 2 0 -1ല്. പിന്നെ -5ല് ഒരു 0. -5 നൊട്ടേറ്റ് ചെയ്യുക, ഒരു വട്ടം വരയ്ക്കുക, ഇവിടെ 2 വട്ടം വരയ്ക്കുക. ഇനി പോൾ എവിടേക്കുള്ളത്? പോള് s ഈക്വൽ ടു -2ൽ ഒരു പോൾ ഉണ്ട്. -2ൽ എന്ത് ചെയ്യുക? ഒരു ക്രോസ് വരയ്ക്കുക. പിന്നെ 2 പോൾ എവിടെയുള്ളത്? -1/2 പ്ലസ് j√3/2ലും ഉണ്ട്, -1/2 മൈനസ് j√3/2ലും ഉണ്ട്. അപ്പൊ -1/2 പ്ലസ് j√3 ഇവിടെ ആയിരിക്കും, ഒരു പോൾ ഇവിടെ, ഒരു പോൾ ഇവിടെ. അപ്പൊ എത്ര പോൾസ് ഉണ്ട്? 3 പോൾ ഉണ്ട്. എത്ര പോൾസ് ഉണ്ട്? 3 പോൾ ഉണ്ട്. s ഈക്വൽ ടു -2ൽ ഒരു ക്രോസ് ഉണ്ട്, s² പ്ലസ് s+1 ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ 2 പോയിന്റ്സ് കിട്ടും.
ഇങ്ങനെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. അവിടെ രണ്ടാണ്. അപ്പൊ മൊത്തം മൂന്ന് പോൾസ് ഉണ്ട്. എത്ര സീറോസ് ഉണ്ട്? -5 ഒന്നുണ്ട്, -1 രണ്ടെണ്ണം ഉണ്ട്. 3 സീറോ 3 പോൾ. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് പോൾസും സീറോസും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് പഠിക്കുന്നത് സിഗ്നിഫിക്കൻസ് ആണ്. We are going to study about significance of poles and zeros. ഇത് കാര്യമായിട്ടൊന്നുമില്ല. ഇത് തിയറി ആയിട്ടൊക്കെ ചോദിച്ചാൽ എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷന് സീറോസ് ഉണ്ടാവും, ലൈക്ക് സീറോസ് ഉണ്ടാവും, whatever, എന്ത് നൊട്ടേഷനിലുള്ള കാര്യം മനസ്സിലാക്കുന്നതിലാണ് കാര്യം. ഇത് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസിന്റെ ഒക്കെ കേസിൽ സിഗ്നിഫിക്കന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു കപ്പാസിറ്റർ ഉണ്ടല്ലോ. ആ കപ്പാസിറ്റർ എങ്ങനെയാണ്? ഇതിനെ നമ്മൾ എങ്ങനെ ലാപ്ലേസിലേക്ക് മാറ്റും? 1/CS ആണ്. അപ്പൊ കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് എന്താണ്? 1/CS ആണ്. സീറോ ഇല്ലല്ലോ. സീറോ S=∞, ലൈക്ക് സീറോ ഇല്ല. പോൾ എന്താണ്? S=0 ഒരു പോൾ ഉണ്ട്. അപ്പൊ S=0 ആവുമ്പോൾ Z(S) എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലെ? S എന്ന് പറയുന്നത് സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. സിഗ്മ നോക്കണ്ട, ജെ ഒമേഗ 0 ആവുമ്പോൾ, അതായത് DC-യുടെ കപ്പാസിറ്റർ എന്താണ്? ഇൻഫിനിറ്റി ആണ്. S=0 ഉദ്ദേശിക്കുന്നത് സിഗ്മ പ്ലസ് ജെ ഒമേഗ ആണെങ്കിൽ കൺസിഡർ ഒമേഗ 0 ആവുമ്പോൾ കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് ഇൻഫിനിറ്റി ആണ്. ബിക്കോസ് കപ്പാസിറ്റർ അപ്പൊ എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ആണ് ഫോർ ഇൻ ദ DC സിഗ്നലിന്, അല്ലെ? DC സിഗ്നലിന്റെ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആണ്. അതുപോലെ ഒമേഗ ഇൻഫിനിറ്റി ആണെങ്കിൽ എന്തായിരിക്കും? ഒമേഗ ഇൻഫിനിറ്റി, സോറി, S ഇൻഫിനിറ്റി ആണെങ്കിൽ ഒമേഗ ഇൻഫിനിറ്റി ആയിരിക്കും, Z 0 ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? കപ്പാസിറ്റർ ഇസ് എ ഷോർട്ട് സർക്യൂട്ട് ഫോർ AC സിഗ്നൽസ്. ഇതെല്ലാം നിങ്ങൾ ബേസിക്കിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ പല സിഗ്നിഫിക്കൻസും വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അതുപോലെ ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസിന്റെ കേസിൽ, വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോന്റെ കേസിലൊക്കെ ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുപോലെ മറ്റ് നെറ്റ്വർക്ക് ഫംഗ്ഷന്റെ കേസിലൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതെങ്ങനെയാന്നുള്ളതെല്ലാം നമുക്ക് പഠിക്കാം. അത് നമുക്ക് ഓരോരോ പോർഷൻ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ലിമിറ്റഡ് അല്ല, ഒരുപാട് സിഗ്നിഫിക്കൻസ് ഒരു സർക്യൂട്ടിന്റെ, ഒരു സിസ്റ്റം. നിങ്ങൾ ഇനി ഇപ്പൊ സർക്യൂട്ട് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെയാണ്. ഇനി നിങ്ങൾ സിഗ്നൽസ് പഠിക്കും, സിസ്റ്റംസ് പഠിക്കും. സിസ്റ്റം പല ടൈപ്പ് ഉണ്ട്. ആ സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യേണ്ടി വരും. എല്ലാം ഭയങ്കര ഈസിയാണ് കേട്ടോ. ലാപ്ലേസും അതുപോലെ തന്നെ ഈ ബേസിക് നെറ്റ്വർക്ക്സ് ഒക്കെ പറഞ്ഞാൽ അതെല്ലാം വളരെ ഈസി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് അതിൽ പഠിക്കാം. നിങ്ങൾ വളരെ കേട്ടുപരിചയമുള്ള ഒരു വാക്കായിരിക്കും ലോ പാസ് ഫിൽറ്റർ. ലോ പാസ് ഫിൽറ്റർ. ലോ പാസ് ഫിൽറ്റർ എന്താണ്? ഫിൽറ്റർ എന്താണ്? ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ്. ആ ഫിൽറ്റർ എന്താ ചെയ്യുന്നത്? ചില ഫ്രീക്വൻസിനെ കടത്തിവിടും, ചില ഫ്രീക്വൻസിനെ കടത്തിവിടില്ല, അല്ലെ? ലോ പാസ് ഫിൽറ്റർ എന്താണ്? ലോ ഫ്രീക്വൻസിനെ പാസ് ചെയ്യും. ഹൈ ഫ്രീക്വൻസിനെ പാസ് ചെയ്യൂ? ഇല്ല. ഹൈ ഫ്രീക്വൻസിനെ does not pass. അപ്പൊ അങ്ങനത്തെ ഒരു ഫിൽറ്ററിന്റെ ഒരു സർക്യൂട്ട്, ഹൗ വി ക്യാൻ ഇംപ്ലിമെന്റ് എ ലോ പാസ് ഫിൽറ്റർ? ഒരു റെസിസ്റ്റർ ഇങ്ങനെ എടുക്കുക, അതിന് സീരീസ് ആയിട്ട് ഒരു കപ്പാസിറ്റർ വെക്കുക. ചില ഡിസൈൻ ഒക്കെ ഉണ്ട്, ഫ്രീക്വൻസിക്ക് വേണ്ട ഡിസൈൻ ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുക, ഈ കപ്പാസിറ്ററിന്റെ അക്രോസ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കാം. ഇത് സീരീസ് RC നെറ്റ്വർക്ക് അല്ലേ? സെയിം കറന്റ് തന്നെയല്ലേ റെസിസ്റ്റർ കൂടെയും കപ്പാസിറ്റർ കൂടെ ഒക്കെ പോകുന്നത്? അപ്പൊ പറ, V1 എന്താണ്? V1 മൈനസ് ഡ്രോപ്പിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. V1 മൈനസ് RI മൈനസ്, ഇത് C എന്തായിട്ട് മാറും? 1/CS ആയിട്ട് മാറും. മൈനസ് 1/CS I is equal to 0. അപ്പൊ V1 എന്താണ്?
I of s into R plus 1 by CS. V0 of s എന്താണ്? ജസ്റ്റ് കപ്പാസിറ്ററിനെ കുറിച്ച് ഡ്രോപ്പ് 1 by CS into I of s. അപ്പോ V0 of s by V1 of s എന്താണ്? ഇത് ലോ പാസ് ഫിൽറ്ററിന്റെ ആണ്. ലോ പാസ് ഫിൽറ്ററിനെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഓർക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോ പാസ് ഫിൽറ്ററിൽ എന്തൊക്കെ എലമെന്റ്സ് ആണുള്ളത്? റെസിസ്റ്ററും കപ്പാസിറ്ററും. വെരി ഗുഡ്. കപ്പാസിറ്റർ അക്രോസ് ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ ലോ പാസ് ആണ്. നേരെ മറിച്ച് ഇവിടെ കപ്പാസിറ്ററിലോട്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഹൈ പാസ് ആണ്. നമുക്ക് പഠിക്കാം V0 of s is equal to 1 by CS into I of s divided by I of s into R plus 1 by CS. RCS plus 1 by CS. So I of s I of s വെട്ടി, CS CS വെട്ടി, 1 by RCS plus 1. നമുക്ക് RC പുറത്തെടുത്താലോ? 1 by RCS plus 1 by RC. ചെയ്തൂടെ? 1 by RC കോൺസ്റ്റന്റ് ആണ്. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? V0 of s by Vi of s is equal to 1 by RC by s plus അല്ലേ? ഇത് നമുക്കൊരു പോൾ സീറോ പ്ലോട്ട് വരയ്ക്കുമ്പോൾ ഇതിന്റെ പോൾ എവിടെയാണ്? ലൈക് -1 by RCയിലാണ്. s equal to -1 by RCയിലാണ് പോള് വരുന്നത്. മോളിന് പിന്നെ ഇല്ലാത്തതുകൊണ്ട് സീറോ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പോളേ ഉള്ളൂ, 1 പോൾ. ഇതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാവും. ഇപ്പൊ R ഒരു 1 ohm, C എന്ന് പറയുന്നത് ഒരു 1/2 ഫാരഡ് ഒക്കെ ആണെങ്കിൽ S എന്തായിരിക്കും? -1 by 1/2. -2ലായിരിക്കാം പോൾ ഉണ്ടാവുന്നത്. -2ലായിരിക്കും പോൾ ഉണ്ടാവുന്നത്. ഇതാണ് പോൾ സീറോ പ്ലോട്ടിന്റെ ഒക്കെ സിഗ്നിഫിക്കൻസ്. ഇതൊരു പോൾ സീറോ പ്ലോട്ട് ആണ്. കേട്ടോ, പോൾ സീറോ പ്ലോട്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ V0 of s by V1 of s എന്ന് പറയുന്നത് എന്താണ്? 1 by 1 plus SRC. അതപ്പോ ഞാനിങ്ങനെ ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എഴുതിയേ ഉള്ളൂ. ഇങ്ങനെയാണല്ലോ സംഭവം. ഈ എസിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ എസിന്റെ വാല്യൂ 0 ആവുമ്പോ V0 of s by V1 of s എന്തായിരിക്കും? 1 ആയിരിക്കും. s equal to 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? s equal to സിഗ്മ പ്ലസ് j ഒമേഗ ആണ്. s 0 എന്ന് പറഞ്ഞാൽ ഒമേഗ 0 ആണ്. s 0 എന്ന് പറഞ്ഞാൽ ഒമേഗ 0 ആണ്. ഒമേഗ 0 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ DC എന്നൊക്കെ പറയാം. അപ്പൊ ഒമേഗ 0 ആവുമ്പോൾ ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 1 ആണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? 0, 0.001 അങ്ങനെ ചെറിയ ചെറിയ ഫ്രീക്വൻസിയിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 1 ആണ്. അതിനർത്ഥം ലോ ഫ്രീക്വൻസീസിനെ കടത്തിവിടും. S ഇൻഫിനിറ്റി ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. 1 by 1 plus infinity V0 of s by V1 of s 0 ആണ്. നോക്കിക്കേ, ഹൈ ഫ്രീക്വൻസി ആവുമ്പോ കടത്തിവിടില്ല, ലോ ഫ്രീക്വൻസി ആവുമ്പോ വിൽ പാസ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ 1 ആണ്. ഹൈ ഫ്രീക്വൻസി ആവുമ്പോ ബ്ലോക്ക് ചെയ്യും. ഇങ്ങനത്തെ ഫിൽറ്ററിന്റെ പേരെന്താണ്? ലോ പാസ് ഫിൽറ്റർ ആണ്. ലോ പാസ് ഫിൽറ്റർ. അപ്പൊ ലോ പാസ് ഫിൽറ്ററിന്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് സിറ്റുവേഷൻ ഇങ്ങനെയാണ്. അതായത് ലോ ഫ്രീക്വൻസിയിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടാവും. ഫ്രീക്വൻസി ഇങ്ങനെ കൂടുന്തോറും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരും. ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ഓഫ് ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ എക്സ് ആക്സിസിലെ ഫ്രീക്വൻസി ആണ്, വൈ ആക്സിസ് അതിന്റെ റെസ്പോൺസ് ആണ്. വോട്ടെവർ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം. ഓക്കെ, ഇതാണ് ലോ പാസ് ഫിൽറ്റർ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഫിൽറ്റർ ആണ് ഹൈ പാസ് ഫിൽറ്റർ. ഹൈ പാസ് ഫിൽറ്റർ എന്താണ്? ഹൈ ഫ്രീക്വൻസീസിനെ കടത്തിവിടും, ലോ ഫ്രീക്വൻസീസിനെ കടത്തിവിടില്ല. എങ്ങനെയാണ് ഹൈ പാസ് ഫിൽറ്റർ? ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ വിൽ പാസ്, ലോ ഫ്രീക്വൻസി ആണെങ്കിൽ
will not pass. So what happens? എന്ത് സംഭവിക്കും? സെയിം പോലെയാണ്, ഒറ്റ വ്യത്യാസം. സീരീസ് ആർ സി തന്നെയാണ്, പക്ഷേ ആർ നെക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു? സി നെക്രോസ് ആണ്. ഇത് നമ്മൾ ഞങ്ങളൊക്കെ ഫസ്റ്റ് ഇയറിലാണ് നിങ്ങളെ പോലെ ബേസിക് ഇലക്ട്രിക്കലിൽ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. അപ്പൊ ജസ്റ്റ് ഓർമ്മയുള്ള കാര്യം ഇതാണ്. ആർ സി എന്ന് പറഞ്ഞാൽ ലോ പാസ് ആവുമ്പോൾ കപ്പാസിറ്റർ കൂടെ ഔട്ട്പുട്ട് എടുക്കും, ഹൈ പാസ് ആണെങ്കിൽ റെസിസ്റ്ററിന്റെ അക്രോസ് ഔട്ട്പുട്ട് എടുക്കും. ഇതെങ്ങനെയോ ഒരു പാറ്റേണിലൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും മാറിപ്പോരുതല്ലോ. ഐ ഓഫ് എസ് ആണ്. ഓക്കെ, ഇത് കൂടെ ഐ ഓഫ് എസ് ആണ്. ഡ്രോപ്പ് ഇങ്ങനെ വരും, സി എന്തായിട്ട് മാറും? 1/CS ആയിട്ട് മാറും. അപ്പോ V1 of S minus 1/CS I of S minus R I of S is equal to 0. V1 of S is equal to I of S is into 1/CS plus R. V1 of S is equal to I of S into 1 plus RCS by CS. Okay, ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. V0 of S എന്താണ്? റെസിസ്റ്ററിന്റെ അക്രോസുള്ള ഡ്രോപ്പ് ആണ്. ചുമ്മാ R into I of S ചെയ്താൽ പോരെ. അപ്പൊ V0 of S by V1 of S എന്താണ്? R divided by 1 plus RCS by CS. Okay, RCS by 1 plus RCS. Okay, RCS by 1 plus RCS. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? RCS by 1 plus RCS. നമുക്ക് വേണമെങ്കിൽ RC കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് പോൾസറോ പ്ലോട്ട് സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ. S/S plus 1/RC. 0 എവിടെയാണ്? S equal to 0 ആവുമ്പോ 0. S equal to minus 1/RC ആവുമ്പോ പോള്. അപ്പോ വാട്ട് എവർ 0 ഒരു 0 ഉണ്ട്. അപ്പൊ മൈനസ് 1/RC ഇവിടെ വിചാരിച്ചോ, ഇവിടെ ഒരു പോൾ ഉണ്ട്. ഇതാണ് പോൾസറോ പ്ലോട്ട്. മനസ്സിലാക്കിയ പോൾസറോ പ്ലോട്ട് ഒക്കെ എളുപ്പം വരയ്ക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ 1 ആണെങ്കിൽ 1/1 plus 1/RC ആണെങ്കിൽ 1 ആണെങ്കിൽ ഒന്നും ഇല്ലല്ലോ, 0 ഇല്ല. പക്ഷെ S എന്ന് പറയുമ്പോൾ S equal to 0 ഹോൾ ഫംഗ്ഷൻ ബിക്കം 0. അതുകൊണ്ടാണ് S equal to 0 വരുന്നത്. പോൾസറോ പ്ലോട്ട് അങ്ങനെ. ഓക്കെ, ഇനി ഇതും ലൈക്ക് ഇതാണ് ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നത്. എസ് എന്ന് പറയുന്നത് സിഗ്മ പ്ലസ് ജെ ഒമേഗ ആണ്. അപ്പൊ ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏകദേശം S0 എന്ന അർത്ഥമാണ്. ലോ ഫ്രീക്വൻസി ആവുമ്പോൾ എന്തായിരിക്കും? ലിമിറ്റ് ഓഫ് S ടെൻസ് ടു 0, S/S plus 1/RC. അത് ആക്ച്വലി 0/0 ഫോം ആവും. നമ്മൾ ഒരു റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഫൈനൈറ്റ് ആയിരിക്കും. പക്ഷെ S ഇൻഫിനിറ്റി ആവുമ്പോൾ എന്ത് സംഭവിക്കും? സോറി, മാറ്റണം. നേരത്തെ ഓപ്പോസിറ്റ് എവിടെ നടക്കുന്നത് കേട്ടോ. നേരത്തെ എങ്ങനെയാണ്? ഹൈ പാസ് ഫിൽറ്റർ, ലോ പാസ് ഫിൽറ്റർ എന്താണ്? ലോ ഫ്രീക്വൻസിനെ എങ്ങനെ പാസ് ചെയ്യും? ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ലോ ഫ്രീക്വൻസിയിൽ ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഏകദേശം 0 ആവും. ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ വാല്യൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ റെസ്പോൺസ് കിട്ടിയാലേ S/S plus 1/RC എന്നൊക്കെ പറഞ്ഞാൽ S equal to J omega ആയിട്ട് അങ്ങ് എടുത്താൽ മതി. റിയൽ പാർട്ട് എടുക്കണ്ട. എന്തൊക്കെ തന്നെയാണെങ്കിലും S ന്റെ വാല്യൂ 0 ആവുമ്പോൾ
സീറോ ഓക്കെ 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 എസ് ഓ ദാറ്റ്സ് തിങ് ഞാൻ മാറിപ്പോയി. എസിന്റെ വാല്യൂ സീറോ എന്ന് വിചാരിച്ചു. അപ്പൊ 0/0 പ്ലസ് 1/r. അതായത് 0 എന്ത് സാധനം എന്ത് കോൺസ്റ്റന്റ് വന്നാലും സീറോ ആണ്. അതായത് ലോ ഫ്രീക്വൻസിയിൽ സീറോ ആണ്. ലോ ഫ്രീക്വൻസിയിൽ ട്രാൻസ്ഫോർ ഫംഗ്ഷൻ സീറോ ആണ്. ട്രാൻസ്ഫോർ ഫംഗ്ഷൻ സീറോ എന്ന് പറഞ്ഞാൽ V0/V1 സീറോ ആണ്. V0 സീറോ ആണ്. ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് സീറോ ആണ്. ലോ ഫ്രീക്വൻസിയിൽ ഫിൽട്ടർ കടത്തിവിടില്ല. അപ്പൊ ഔട്ട്പുട്ട് വരണമെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആവണം. അപ്പൊ എസ് ഇൻഫിനിറ്റി ഒക്കെ ആവുന്ന സമയത്ത് എന്തായിരിക്കും? ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടാകുന്നത്. സോ ഈ ഒരു ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററിന്റെയും ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് പഠിക്കുക. ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലായില്ല. ചുമ്മാ ഒന്ന് എടുക്കുന്നു മാത്രം. അപ്പൊ അതിന് എന്ത് വേണം? നിങ്ങളുടെ റെസ്പോൺസ് വേണം. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട ശേഷം പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കണം. മനസ്സിലാവുന്നുണ്ടോ, മനസ്സിലാവുന്നില്ലേ, എന്താണ് അതിന്റെ കാര്യങ്ങൾ, എന്ത് തന്നെയായാലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇത് നമ്മൾക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ മെയിൻ ലിമിറ്റേഷൻസ് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ എക്സ്പ്രഷൻസ് കാണാൻ പറ്റുന്നില്ല. സോ ഇറ്റ്സ് വെരി ചലഞ്ചിങ്. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ കുറച്ച് ടോപ്പിക്സും കൂടി ഉണ്ട്. അതിലൊന്നാണ് ഒരു ടൈം ഡൊമെയിൻ. ഒരു സംഭവത്തിന് നമ്മൾ ലാപ്ലേസിലോട്ട് ആക്കിയല്ലോ. തിരിച്ച് ലാപ്ലേസിലെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് ടൈം ഡൊമെയിൻ കിട്ടുകയും ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാലോ. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടൈം ഡൊമെയിൻ റെസ്പോൺസ് ഫ്രം പോൾ സീറോ പ്ലോട്ട്. ടൈം ഡൊമെയിൻ റെസ്പോൺസ് ഫ്രം പോൾ സീറോ പ്ലോട്ട്. പോൾ സീറോ പ്ലോട്ട് എങ്ങനെയാണ്? അതിൽ ഫസ്റ്റ് കേസ് when pole is at origin. ഈ ഒരു കേസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് സീറോ, എന്താണ് പോൾ എന്നൊക്കെ. അപ്പൊ എനിക്ക് ഫ്രീക്വൻസി ഡൊമൈനെ പറ്റി അറിയാം, ഞാൻ ടൈം ഡൊമൈനെ പറ്റി അസ്യൂം ചെയ്യാണ്. വാട്ട് ഐ നോ, എനിക്ക് അറിയുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ ആണ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? വാട്ട് ഐ പ്രെഡിക്റ്റ്, അതെന്ത് ഡൊമൈൻ ആണ്? ടൈം ഡൊമൈൻ ആണ്. സോ നമ്മുടെ പോൾ സീറോ പ്ലോട്ട് എന്ന് പറയുന്നത് എനിക്ക് എന്റെ കയ്യിലുള്ളത് ഇപ്പൊ ഒരു പോൾ സീറോ പ്ലോട്ട് ആണ്. അതിന് ഞാൻ ഇതിന്റെ ടൈം ഡൊമൈനിൽ എങ്ങനെയാണ്, ഒരു ടൈം ഡൊമൈനിൽ അതെങ്ങനെയാന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാണ്. വെൻ പോൾ ഈസ് അറ്റ് ഒറിജിൻ, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എസ് എന്ന് പറയട്ടെ. എഫ് ഓഫ് എസ് ഈക്വൽ ടു പോൾ ഒറിജിനിലാണ്. പോൾ ഒറിജിനിൽ എന്ന് പറഞ്ഞാൽ പോൾ സീറോയിലാണ്, ഡിനോമിനേറ്ററിൽ എസ് ആണ് അല്ലെ, ഒരു കോൺസ്റ്റന്റ് കെ ഇരുന്നോട്ടെ. ഇതാണ് പോൾ ഒറിജിനിലുള്ള ഒരു ഇത്. ഇതിന്റെ പോൾ സീറോ പ്ലോട്ട് എങ്ങനെയായിരിക്കും? ഒറിജിനിൽ ഒരു പോൾ, ഒരു സിഗ്മ ജെ ഒമേഗ. പോൾ അറ്റ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനിലാണ് പോൾ ഉള്ളത്, കെ ബൈ എസ്. ഇതിനെ നമ്മൾ ഇൻവേഴ്സ് എടുത്താൽ എന്ത് കിട്ടും? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് നമുക്ക് എഫ് ഓഫ് ടി കിട്ടുമല്ലോ. എന്താ? കെ ഇൻറ്റു യു ഓഫ് ടി ആണ്. യു ഓഫ് ടി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? യു ഓഫ് ടിയുടെ ലാപ്ലേസ് യു ഓഫ് ടി 1 ആണ്, കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതാണ് നിങ്ങളുടെ എഫ് ഓഫ് ടി. അപ്പൊ നിങ്ങൾക്ക് പോൾ സീറോ പ്ലോട്ട് നിങ്ങളുടെ ടൈം ഡൊമൈൻ കിട്ടിയില്ലേ? ഇതൊക്കെ ഓരോരോ എന്താണ് സിഗ്നിഫിക്കൻസ് ആണ് പോളിനെ പറ്റി, പോൾ സീറോ പ്ലോട്ടിനെ പറ്റി. പോള് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. ഒരു സംഭവത്തിന് പോളും സീറോ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലാപ്ലേസിലായിരിക്കും. അതിന് ഇൻവേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുമല്ലോ. ഇൻവേഴ്സ് കണ്ടുപിടിച്ച ടൈം ഡൊമൈനിൽ കിട്ടും. ഇപ്പൊ കണ്ട ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ആണ് പോൾ അറ്റ് ഒറിജിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസ് റിയൽ ആൻഡ് നെഗറ്റീവ് പോൾ. എന്താണ് റിയൽ ആൻഡ് നെഗറ്റീവ് പോൾ എന്ന് പറയുന്നത്? എന്താ റിയൽ ആൻഡ് നെഗറ്റീവ് പോള്? സിഗ്മ ജെ ഒമേഗ. ഇത് പോൾ സീറോ പ്ലോട്ട് അല്ലേ? റിയൽ ആൻഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സിഗ്മയിൽ കിടക്കുന്നതാണ് റിയൽ. ഇപ്പൊ ഒരു സാധനം ഉണ്ട്, ഈ മൈനസ് എയില് നെഗറ്റീവ് ആണ് കേട്ടോ. റിയൽ ആൻഡ് നെഗറ്റീവ് കൊണ്ട് റിയൽ ആൻഡ് പോസിറ്റീവ്. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/s പ്ലസ് എ എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ഒരു കെ ബൈ എസ് പ്ലസ് എ എന്ന് പറയുന്നത് കെ എന്ത് കോൺസ്റ്റന്റ് വേണമെങ്കിലും ആവും. എസ് ഈക്വൽ ടു മൈനസ് എയില് പോള്.
ഇത് റിയൽ ആൻഡ് നെഗറ്റീവ് അല്ലേ? ലൈക് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് അല്ലേ? അപ്പൊ ഇതിന്റെ ടൈം ഡൊമെയിൻ എന്താണ്? k ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടി. എങ്ങനെയാണ് എഫ് ഓഫ് ടി വരിക? ഇങ്ങനെ ഡീക്കേയിങ് ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇതാണ് എഫ് ഓഫ് ടി. നമുക്ക് എന്തറിയാം? നമുക്ക് ഫ്രീക്വൻസി ഡൊമെയിൻ അറിയാം. നമുക്ക് എന്തറിയാം? പോൾ സീറോ പ്ലോട്ട് അറിയാം. ഫ്രീക്വൻസി ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എസ് ഡൊമെയിനിലുള്ള കാര്യം അറിയാം. അത് ഫാക്ടറൈസ് ഇല്ല. എസ് ഡൊമെയിനിൽ ഒരു ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ പോളിനോമിയൽ ഉണ്ട്. എസിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് പോൾസ് ഏതാണെന്ന് സീറോസ് ഏതാണെന്ന് കിട്ടും. അതിന്റെ പോൾ സീറോ പ്ലോട്ടിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അതിന് ഇങ്ങനെ എഴുതാൻ പറ്റും വോട്ടെവർ. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ ഇൻവേഴ്സ് എടുത്താൽ ടൈം ഡൊമെയിൻ കിട്ടും. ഇതാണ് റിയൽ ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ബൈ എസ് പ്ലസ് 2 ആണെങ്കിൽ എന്താണ്? എസ് ഈക്വൽ ടു -2 പോള്. അപ്പൊ ഇതിന്റെ എന്താണ്? കെ ഇൻറ്റു ഇ റേസ് ടു -2 ടി യു ഓഫ് ടി കഴിഞ്ഞു. ഇനി തേർഡ് വൺ എന്താണ്? റിയൽ ആൻഡ് പോസിറ്റീവ്. സോറി, റിയൽ ആൻഡ് നെഗറ്റീവ് ഡബിൾ പോള്. ഡബിൾ പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് തന്നെ രണ്ട് പോളാ. ഒരു സ്ഥലത്ത് തന്നെ രണ്ട് പോൾ. അതായത് നോക്കിയേ, ഇവിടെ രണ്ട് പോള്. രണ്ട് പോളിന് നമുക്ക് വേണമെങ്കിൽ 2 ഇൻറ്റു ആക്കിയിട്ടിടാം. ഇങ്ങനെ ഇങ്ങനെ. ഇത് രണ്ട് പോള് എവിടെയാ? മൈനസ് ഏഴാണെങ്കിൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ. ഇതിന്റെ എഫ് ഓഫ് ടി എന്താണ്? കെ ഇൻറ്റു ടി ഇ റേസ് ടു -8 യു ഓഫ് ടി. ടി ഇ റേസ് ടു -8 യു. അത് നിങ്ങൾ ലാപ്ലേസിൽ പഠിക്കുന്നില്ലേ? ലൈക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്. Laplace transform of tf of t is equal to minus d by ds of f of s. എപ്പോഴും ലാപ്ലേസിന്റെ കാര്യങ്ങൾ ഓർക്കണം. അങ്ങനെ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്നതാണ്. അപ്പൊ നമ്മുടെ k ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് k ഇൻറ്റു ടി ഇ റേസ് ടു -8 യു ഓഫ് ടി ആണ്. ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ടി സീറോ ആവുന്ന സമയത്ത് സീറോ ആണ് അല്ലെ? അങ്ങനെ അതിങ്ങനെ കൂടി കൂടി വരും. പക്ഷെ ടി ഇൻഫിനിറ്റി ആവുമ്പോൾ സീറോയിലോട്ട് പോകും. കാരണം രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ടിയും ഉണ്ട് ഇ റേസ് ടു -8 ഉണ്ട്. ടി സീറോ ആവുമ്പോൾ സീറോ ആയതുകൊണ്ട് ഇറ്റ് വിൽ ഫോഴ്സ് ഇറ്റ് ടു ബി സീറോ. അതുപോലെ തന്നെ ടി ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഇ റേസ് ടു -8 എന്ന് പറയുന്നത് ടി എത്ര കൂടിയാലും ഇ റേസ് ടു -8 കൂടുതലിനെ ലിമിറ്റ് ചെയ്യും. കാരണം അതൊരു എക്സ്പോണൻഷ്യലാണ്. അപ്പൊ അതൊന്ന് കുറച്ച് കൂടിയ ശേഷം കുറയും. ഇതാണ് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷന്റെ ഒക്കെ നേച്ചർ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റിയൽ നെഗറ്റീവ് പോൾ പഠിച്ചു. ഇതെന്താണ്? റിയൽ നെഗറ്റീവ് റിപ്പീറ്റഡ് പോൾ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിയൽ പോസിറ്റീവ് പോൾ ആണ്. റിയൽ പോസിറ്റീവ് പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ബൈ എസ് മൈനസ് എ. ഫോർ എക്സാമ്പിൾ കെ ബൈ എസ് -2. അതെങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ വരിക? എസ് 2ലാണ് വരിക. അപ്പൊ ഇത് പോസിറ്റീവ് ആണല്ലോ. ഇതിന്റെ ഇൻവേഴ്സ് എന്താണ്? കെ ഇൻറ്റു ഇ റേസ് ടു എ ടി യു ഓഫ് ടി ആണ്. ഇ റേസ് ടു എ ടി യു ഓഫ് ടി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പോകുന്ന ഫംഗ്ഷനാണ്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് കോംപ്ലക്സ് പോൾസ് ഓൺ. കോംപ്ലക്സ് പോൾസ് എന്ന് പറയുന്നത് ഇമാജിനറി വാല്യൂസ് ആണ് ഓൺ ഇമാജിനറി ആക്സിസ്. എന്ന് വെച്ചാൽ ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പോൾസ് ഉണ്ടാവില്ലേ? ഒന്നിവിടെയും ഒന്നിവിടെയും. ഇത് കോംപ്ലക്സ് പോൾ ആണ്, പക്ഷെ ഇമാജിനറി ആക്സിസ് ആണ്. രണ്ട് ആക്സിസ് ആണുള്ളത്. എക്സ് ആക്സിസ് റിയൽ ആക്സിസ്, വൈ ആക്സിസ് ഇമാജിനറി ആക്സിസ്. ഇമാജിനറി ആക്സിസിൽ രണ്ട് പോൾസ്, ബിക്കോസ് ദർ കോംപ്ലക്സ് പോൾസ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലൈക്ക് എന്തെങ്കിലും ഒരു എ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ അല്ലെ? എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ പ്ലസ് ഓ മൈനസ് ജെ ഒമേഗ ലൈക്ക് ടേംസിൽ കിട്ടും. ലൈക്ക് ഫോർ എക്സാമ്പിൾ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? എസ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ ഈക്വൽ ടു -1, എസ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ജെ ആണ്. അപ്പൊ നമുക്ക് ഒന്ന് ഇവിടെ പ്ലസ് ജിയിലും കിട്ടും, ഒന്ന് നമുക്ക് ഇവിടെ മൈനസ് ജിയിലും കിട്ടും. അങ്ങനത്തെ സംഭവമാണ്. അപ്പൊ 1 ബൈ എസ് ഓക്കെ, 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആണ് എന്റെ പോൾ
എസ് ഡൊമൈനിലെ ഫംഗ്ഷൻ എങ്കിൽ വാട്ട് വിൽ ബി ദിസ് സൈൻ ടി ആണ് അല്ലേ? ഇപ്പൊ എനിക്ക് സോറി വേറെ എന്തെങ്കിലും ഒരു കെ ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ആണെങ്കിൽ എഗെയിൻ അതൊരു ഇമാജിനറി വാല്യൂ ആയിരിക്കും. അപ്പൊ നമുക്കറിയാലോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി എന്ന് പറയുന്നത് എ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന ആ ഫോർമാറ്റിലൊക്കെ എഴുതിയാൽ മതി. ഇതിങ്ങനെ കറക്റ്റ് ഇതാക്കാനല്ല. കോംപ്ലക്സ് പോൾസ് ഓൺ ഇമാജിനറി ആക്സിസ് എന്ന് കേട്ടാൽ നിങ്ങൾക്കറിയാം ഇമാജിനറി ആക്സിസിൽ 2 പോൾസ്. അപ്പൊ ഏകദേശം ഈ ഒരു ഫോർമാറ്റിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അതിന് നമ്മൾ ഇൻവേഴ്സ് എടുത്താൽ ഒരു സൈനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. സോ അതിന് ടൈം ഡൊമെയിൻ ബിഹേവിയർ എന്ന് പറയുന്നത് സൈൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കാനുണ്ട്. 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇപ്പൊ കോംപ്ലക്സ് പോൾസ് ഓൺ ഇമാജിനറി ആക്സിസ് ആണ്. പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ചോദിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ കൺട്രോൾ സിസ്റ്റം ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് പഠിക്കും. കോംപ്ലക്സ് പോൾസ് വിത്ത് നെഗറ്റീവ് റിയൽ പാർട്ട്. നെഗറ്റീവ് റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിവിടെയും ഒന്നിവിടെയുള്ള പോലത്തെയാണ്. ഇപ്പൊ ഇതൊരു വാട്ട് എവർ കെ ബൈ എസ് പ്ലസ് like 1 plus 2j s like s plus like അങ്ങനെ നമ്മൾ ചെയ്യില്ലേ? ഇത് രണ്ടും ഒരു പോൾ നമുക്ക് ഇത് 1 2j ആണെങ്കിൽ ഒരു പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം 1 plus 2jയില് ഇത് സോറി -1 plus 2jയില് ഇത് -2j ആണെങ്കിൽ -1 minus 2j. അപ്പൊ സംതിങ് k divided by s plus 1 minus 2j s plus 1 plus 2j ഇങ്ങനെ നമ്മൾ ചെയ്യാം. ഇതും നമുക്ക് എന്തായിരിക്കും? ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരിക്കും? ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്താൽ k divided by a plus ib a minus ib like s plus 1 whole square a plus a minus a square minus 4g square like something നമുക്ക് കിട്ടും അല്ലെ? k divided by s plus 1 whole square plus 4 ഇങ്ങനെയൊക്കെ കിട്ടുമല്ലോ. ഇങ്ങനെ വരുന്ന എപ്പോഴാണ്? e raised to a സോറി sin 80 ആണെങ്കിൽ എന്താ നിങ്ങൾക്ക് വരിക? a by s square plus a square. ഇനി e raised to minus bt sin 80 ആണെങ്കിൽ എന്ത് വരും? a by s plus b whole square plus a square. സോ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ വന്നാൽ, അതായത് കോംപ്ലക്സ് പോൾ വിത്ത് നെഗറ്റീവ് റിയൽ പാർട്ട് വന്നാൽ നമുക്കൊരു എക്സ്പോണൻഷ്യൽ സംതിങ് മൾട്ടിപ്ലൈഡ് വിത്ത് സൈൻ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, ഇതൊരു കോംപ്ലക്സ് ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു ടേംസ് ആയിട്ട് നിങ്ങൾ എന്താണ് പോള്, എന്താണ് സീറോ, നെഗറ്റീവ് റിയൽ പാർട്ട് എന്താണ്, പോസിറ്റീവ് റിയൽ പാർട്ട് എന്താണ്, ഒറിജിനൽ എന്താണ്, കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താണെന്നൊക്കെ പിക്ചറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് ഇതിപ്പോ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മാത്സിൽ തന്നെ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുന്നതല്ലേ, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അപ്പൊ ഈ ഒരു കേസിൽ അടുത്തത് എന്താണ്? ലാസ്റ്റ് വൺ ലെഫ്റ്റ് എന്തായിരിക്കുന്നത്? ഒരു കോംപ്ലക്സ് പോൾ വിത്ത് പോസിറ്റീവ് റിയൽ പാർട്ട് ആണ്. അതപ്പോ എങ്ങനെയായിരിക്കും? ലൈക്ക് ഒരു പോൾസിനോ പ്ലോട്ടിലാണെങ്കിൽ ഒന്നിവിടെ എന്നുള്ള രീതിയിൽ. അങ്ങനെയാകുമ്പോൾ നമുക്ക് നേരത്തെ -8 ഇവിടെ e⁻80 into sin 80 ഈ ഫോമിലായിരിക്കും കിട്ടുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒറ്റ ചെറിയ കാര്യമുള്ളൂ, ഒരു നെറ്റ്വർക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാം. നെറ്റ്വർക്കിന് ഒരു ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. എന്തോ ആവട്ടെ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇതിന് x(s) ആണ് ഇതിന്റെ ലാപ്ലേസ്, y(s) ആണ് ലാപ്ലേസ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ
വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ബൈ ഇൻപുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇതിന്റെ ഇൻവേഴ്സ് നമ്മൾ എടുക്കുമല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന സംഭവമാണ് ഇമ്പൾസ് റെസ്പോൺസ്. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ലാപ്ലേസ് ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചോദിച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ മാത്സിൽ അറിയുന്ന പോലെ ഒന്ന് ചെയ്ത് വെക്കും. പക്ഷെ ഇവിടെ എന്താണ്, ഫൈൻഡ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ഒരു ട്രാൻസ്ഫോം ഫംഗ്ഷൻ തന്നാൽ എന്ത് ചെയ്യും? അപ്പൊ ഫൈൻഡ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ഒരു ട്രാൻസ്ഫോം ഫംഗ്ഷൻ തരാണ്. 2/s²+4. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഇമ്പൾസ് റെസ്പോൺസ് എന്താണ്? ഒരു ട്രാൻസ്ഫോം ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഇമ്പൾസ് റെസ്പോൺസ്. ട്രാൻസ്ഫോം ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഇമ്പൾസ് റെസ്പോൺസ്. അപ്പൊ നമുക്ക് ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. 2/s²+4 ആണ്. ഇമ്പൾസ് റെസ്പോൺസ് എന്താണ്? sin 2t ആണ്. sin 2t of t ആണ്. ഇമ്പൾസ് റെസ്പോൺസ് എപ്പോഴും h of t എന്നാട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് വൈയും ഇൻപുട്ട് എക്സും ഇമ്പൾസ് റെസ്പോൺസ് h എന്ന പോലെ. ഇമ്പൾസ് റെസ്പോൺസ് വന്നിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ? ലാപ്ലേസ് എടുക്കുക. ട്രാൻസ്ഫർ ഫംഗ്ഷൻ വന്നിട്ട് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് എടുക്കുക. ഈ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് പഠിക്കണം. ചെറിയ കാര്യമാണ്, പക്ഷെ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ വിത്ത് ദിസ് നമ്മൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിന്റെ മെജോറിറ്റി ഓഫ് പോർഷൻസ്, മെജോറിറ്റി എന്നല്ല ഏകദേശം 90% കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ക്ലാസ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നമുക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഇനി വിചാരിക്കുന്നത് നിങ്ങളുടെ റിക്വയർമെന്റ്സ് നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതെല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് പറ്റുമെങ്കിൽ ചെയ്യാം. മാക്സിമം ആയിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ.